വോൾക്കാനോ ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. അപ്പം ഞാനും എൻ്റെ ചേട്ടനും ഇന്ന് കളിക്കാൻ പോകുന്നത് FC മൊബൈലാണ്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ കയറുന്നുണ്ട്, ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പം ഞാനാണ് പുതിയ ഒരാൾ. ഇന്ന് നമ്മുടെ പുതിയൊന്നല്ല, രാവിലെ ഇട്ടത് ഞാനാണ്. രാവിലെ ഇട്ടത് ഇവനാണ്. അതൊക്കെ സെറ്റായി. എന്താ അതിൽ നല്ല സബ്സ്ക്രൈബൊക്കെ കിട്ടി. ഈ ശനി ഞായർ മാത്രമായിരിക്കും CPM രാവിലെയും FC മൊബൈൽ രാത്രിയിലും. ഈ ശനി ഞായർ ആ ഒരു ദിവസങ്ങളായിരിക്കും. സ്കൂൾ ദിവസങ്ങളിൽ എനിക്കിനി ചിലപ്പം CPM ഇടാൻ പറ്റിയെന്നും ഇരിക്കത്തില്ല. കാരണം എനിക്ക് എക്സാമൊക്കെ തുടങ്ങി. അപ്പം പക്ഷേ ഞാൻ ഈ PT1 ആ ഒരു എക്സാമൊക്കെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ CPM വരുന്നത്. പക്ഷേ എന്തായാലും ഒരു ദിവസം എന്തായാലും 2 കൂടുതൽ വീഡിയോ ഇടും. മൈൻക്രാഫ്റ്റും എനിക്ക് CPM ഇടാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ മൈൻക്രാഫ്റ്റ് ഇടും. അപ്പം അവധി ദിവസങ്ങളിലെല്ലാം ഈ സ്കൂൾ ദിവസങ്ങളിലെല്ലാം രാവിലെ FC മൊബൈലും ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ കാണും. രാത്രിയിലായിരിക്കും CPM. സ്കൂളുള്ള ദിവസങ്ങളിൽ, സ്കൂളില്ലാത്ത ദിവസങ്ങളിലായിരിക്കും രാവിലെ CPM. ഓക്കെ, അങ്ങനെ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഇതൊക്കെ ഓഫ് ചെയ്തിടണം കേട്ടോ. കാരണം നമ്മൾ ചെറിയൊരു ഫ്ലോപ്പായി. നമ്മൾ ഈ ഓഡിയോ വിത്ത് സ്ക്രീൻ കോഡ് വിത്ത് ഓഡിയോ ചെയ്തതാണ്. അത് പണിയായിപ്പോയി. ഗെയിമിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നമ്മുടെ സൗണ്ട് കേൾക്കാതായിപ്പോയി. ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡബ് ചെയ്യുവാണ്. അതിൻ്റെ ചെറുതായിട്ട് മിസ്റ്റേക്കൊക്കെ കാണും. ഞാൻ കളിച്ചിട്ട് ഡബ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിതൊക്കെ കിട്ടിയായിരുന്നു. നമ്മൾ ഇപ്പം എൻ്റെ OVR 15 ഞാൻ നേരത്തെ 2 ദിവസമായതുകൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് നാളെ സെമി പ്രോ റിവാർഡ്സ് കളിക്കണം. നമുക്ക് ഇന്ന് ടൂർണമെൻറ്റ് കളിക്കാം. ഞാൻ 3-ാം സ്ഥാനത്തൊക്കെയാണ്. എന്താ പറയാനാ, പ്ലെയറാണ്. കുഴപ്പമില്ലാത്ത പ്ലെയറാണ്. എന്നാലും പാസ്സൊക്കെ ഇടാൻ അറിയാം, അത്രയൊക്കെ ചെയ്യാൻ അറിയാം. നമുക്ക് അതൊക്കെ എടുക്കുവാണ്. പിന്നെ നമ്മുടെ റിവാർഡ്സ് നമ്മൾ നാളെ കളിക്കുന്നു. ഇന്ന് നമ്മൾ ടൂർണമെൻറ്റ് കളിക്കും. അങ്ങനെ നമുക്കൊരു ഇതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഇതൊക്കെ ഇനി കാണുമ്പോൾ ഇങ്ങനെ എടുക്കാനൊക്കെ തോന്നും. അങ്ങനെ നമുക്കൊക്കെ ഇങ്ങനെ എടുക്കാം. എടുത്ത് കഴിഞ്ഞിട്ട് സെറ്റാക്കാം നമുക്ക്. പിന്നെ ചിലപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത് ഇച്ചിരി റീച്ചും കാര്യങ്ങളൊക്കെ ആയി. റീച്ചൊന്നുമില്ല, ഈ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ലൈക്സും ഒക്കെ ആയി ഒരു അടിപൊളിയായി വരുമ്പോഴത്തേക്കും ഞങ്ങൾ അടുത്ത അക്കൗണ്ട് തുടങ്ങും. ആ അക്കൗണ്ടിൻ്റെ പേര് നിങ്ങളാണ് പറയേണ്ടത്. ഏറ്റവും കൂടുതൽ വരുന്ന പേരായിരിക്കും ആ അക്കൗണ്ട് ഇടുന്നത്. പിന്നെ ആ അക്കൗണ്ട് പിന്നെ ചിലപ്പം FC മൊബൈലിലായിരിക്കും, അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റിനായിരിക്കും, CPMനായിരിക്കും. ഈ അക്കൗണ്ടിൽ എന്തായാലും ഇനിയിപ്പോൾ ഈ 3 കാണും. അടുത്ത അക്കൗണ്ട് വരുന്നിടം വരെ 3 ഇതിൻ്റെ അകത്തായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ഒരാളെയും കൂടി ഒന്ന് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ചെയ്താൽ നമുക്ക് 10 ഗ്രീൻ ടിക്കറ്റ് കിട്ടും. ഡ്രാഫ്റ്റഡ്. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ കണ്ടോ മക്കളെ, അതിൻ്റെ അകത്തുനിന്നൊരു ഭാഗ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. അപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ ചെയ്യാൻ ഒരു പ്ലെയറിനെ പോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എൻ്റെ സ്ക്വാഡ്. ഞാൻ ഫ്രാൻസാണ്. എനിക്ക് ഫ്രാൻസാണ് ഇഷ്ടം. വേൾഡ് കപ്പ് സ്ട്രൈക്കറിനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പം സ്ട്രൈക്കറിനെ ട്രെയിൻ ചെയ്തിട്ട് നമുക്കപ്പോൾ അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോഴത്തേക്കിനും നമുക്ക് 3 പാൾമറിനെയും വാൻഡാക്കിനെയും പിന്നെ ബെലിഗാമിനെയും നമുക്ക് ചോദിക്കും. നമ്മൾ എടുക്കും. അപ്പം അതിൻ്റെ കൂടെ 10 ടിക്കറ്റ് കിട്ടുകയും ചെയ്യും. അതേ കണ്ടോ, ഞാനപ്പം ക്ലൈംബ് ചെയ്യാൻ അപ്പോഴത്തേന് ഈ ലെവലൊക്കെ ആപ്പായി 17ആയി. അപ്പം നമ്മൾ കോൾപാമലിനെ എടുക്കും ഉറപ്പായിട്ടും. ബെലിഗാമിനെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ കോൾപാമലിനെ എടുത്തു. 10 ടിക്കറ്റും കിട്ടി. പിന്നെ നമുക്ക് ഡ്രാഫ്റ്റിൽ പോയിട്ട് നേരെ വെൽക്കം ടു FC എന്ന് പറഞ്ഞാൽ അത് ഡ്രാഫ്റ്റിൽ പോകാം. എന്നിട്ട് ഇത് എടുക്കാം. കുറേ എടുക്കാം. 10 ഉണ്ട്. 10 കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എങ്ങാനും ഊച്ചാളികളെ കിട്ടിയാൽ ഒരുമാതിരിയാവും. പക്ഷെ 10 എടുക്കുമ്പോൾ ഒരു നല്ലുണ്ട്, ഭാഗ്യം ചിലപ്പോൾ കിട്ടും. പക്ഷെ കിട്ടിയതായിരിക്കും ചിലപ്പോൾ ആ ഭാഗ്യം. 10 പ്ലേയേഴ്സിന് കിട്ടും. 10 പ്ലേയേഴ്സിന് കിട്ടും. നല്ല 112 ഒരു 13 മേളിലോ 12 മേളിലുള്ള പ്ലേയേഴ്സിന് കിട്ടും. പക്ഷേ നമ്മൾ ആദ്യം തുറന്നിട്ടുണ്ട്. ആദ്യത്തേതൊക്കെ ഫ്ലോപ്പാണ്. ഇത് ഈ ബുക്കിൻ്റെ അകത്ത് ഈ പച്ച കളർ വരുമ്പോൾ ഭാഗ്യം ഇല്ലെന്നാണ് അർത്ഥം. ഗോൾഡൻ കളർ, ഈ കളറിന് പകരം ഗോൾഡൻ കളറാണ് വരുന്നതെങ്കിൽ അത് ഭാഗ്യമായിരിക്കും. അങ്ങനെ ഇത് കണ്ടറിയുന്നത് അങ്ങനെ. ഈ ഗോൾഡൻ കളർ വരുമ്പോൾ ഭാഗ്യവും, പച്ച കളർ എന്നല്ല വേറെ കളർ വരുമ്പോൾ ഭാഗ്യമല്ല. അപ്പോൾ നമുക്ക് എടുക്കാം. ഞാൻ കുറേ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും എനിക്കൊരു പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ആദ്യം വലിയ വർത്താനമൊക്കെ പറഞ്ഞ് സെറ്റാക്കി എടുത്താൽ പിന്നെ ഒന്ന് കേട്ട് നോക്കിയ പാട്ടും അതും ഇതും എല്ലാം കൂടെ ചളവായിപ്പോയി. ഇനി 3 ടിക്കറ്റും കൂടി ഉള്ളൂ. അത് നമുക്ക് എടുക്കാം.
ഇത് ഓ ഇതിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗ്യം. ഇത് ഞാൻ കുറേ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ വീഡിയോ എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഓഡിയോ വിത്ത് സ്ക്രീൻ റെക്കോർഡ് ഇതിനെ ഭയങ്കര സന്തോഷിച്ച് ഭയങ്കര അലച്ചു. പക്ഷേ എന്തു പറയാനും ഫ്ലോപ്പായി പോയി റെക്കോർഡ്. എന്നിട്ട് നമ്മളതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് റാങ്കപ്പ് ഒന്നും കയറിയിട്ടില്ല. അപ്പം ഇതിന് മുന്നേ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളാരും അനിയന്മാരൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൈഡ് ചെയ്തിട്ട് ഈ ഗെയിം. അപ്പം ചേട്ടൻ ഇത് ഹൈഡ് ചെയ്തിടാൻ മറന്നുപോയി. എന്തോ പറ്റി, ആരോ ഒന്ന് ഡിലീറ്റ് ചെയ്തു. അത് എംബാപ്പെ അതും ഇതുമൊക്കെ നല്ലൊരു അക്കൗണ്ടായിരുന്നു, അത് വെറുതെ പോയി. അത് കഴിഞ്ഞിട്ട് ഇത് മിനിഞ്ഞാന്നങ്ങാണ്ട് തുടങ്ങിയ അക്കൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നു. മിനിഞ്ഞാൻ തോന്നിയതാ. ഇപ്പൊ FC മൊബൈലൊക്കെ ഭയങ്കര സിമ്പിളാണ്. സിമ്പിളാണ്. ടിക്കറ്റ് വന്നതാണ് സിമ്പിളായത്. അല്ലെങ്കിൽ പിന്നെ പാടാ. ഡയമണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ട്, അതുകൊണ്ട് ഞാൻ റാങ്കപ്പ് ചെയ്യുവാണ്. ഞാൻ റാങ്കപ്പ് ചെയ്ത് ഞാൻ 122 ആക്കും. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇത് റാങ്കപ്പിൻ്റെ സംഭവം. 2800 അത്രേ ഉണ്ട്. അത്ര ഉണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തം എംബാപ്പയ്ക്ക് കളഞ്ഞു. ഞങ്ങൾ എംബാപ്പെ അല്ല മൊത്തമല്ല, 2-3 പ്ലേയേഴ്സിന് കൊടുത്തു. 2-3 പ്ലേയേഴ്സിനായിട്ട് കൊടുത്തു. ഗോളിക്ക് കൊടുത്തു, പിന്നെ വേറൊരുത്തിന് കൊടുത്തു. ആ 2 പേർക്ക് കൊടുത്തുള്ളൂ. ഈ എംബാപ്പെ ട്രെയിൻ ചെയ്യണം കേട്ടോ. ചെയ്യും, നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത് ഉള്ള കൈ ഇരിക്കുന്ന പ്ലേയേഴ്സ് മൊത്തം എടുത്ത് ഗോളിക്ക് എംബാപ്പയ്ക്ക് മാത്രം ട്രെയിൻ ചെയ്താൽ മതി. നമ്മളപ്പം 122 ആക്കി. ഇനി ഫുള്ള് ഡ്രിബിളിങ് എല്ലാം മാക്സ് ആണ്. നമുക്ക് ബാക്കി വന്നത് നമുക്ക് ഗോളിക്കും CBക്കും കൊടുക്കാം. എന്നിട്ട് ലെഫ്റ്റ് മിഡിനും കൊടുക്കാം. പിന്നെ നമ്മളിന്ന് ടൂർണമെൻ്റാണ് കളിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം ഫ്രാൻസ് കളിക്കും, പിന്നെ പോർച്ചുഗൽ കളിക്കും, പിന്നെ പോർച്ചുഗൽ കളിക്കും. അപ്പം അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല, അത് കണ്ണാലേ മനസ്സിലാകത്തുള്ളൂ. ടൂർണമെൻറ്റിൽ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യുവാണ്. ട്രെയിൻ ചെയ്യുന്നത് ഡെമ്പല് കിട്ടിയായിരുന്നു. ഡെമ്പലൊന്നും കിട്ടിയില്ല. സോറി. അങ്ങനെ നാളെ ഞാൻ ഇത് FC മൊബൈലിലെ സെമി പ്രോയിന്ന് പ്രോയിലോട്ട് പോവും. സിമ്പിളാണ്. ആദ്യത്തെ പ്രോയും അതൊക്കെ ഉള്ളൂ. പിന്നെ പാടാണ്, എന്നാലും നമുക്ക് ജയിച്ചൊക്കെ പോകാൻ പറ്റും. പിന്നെ ചിലപ്പം നാളെ ഞാൻ CPM ഇടാൻ ചാൻസ് കുറവാണ്. എനിക്കൊരു ചെറിയൊരു പനി. അപ്പം ഇതാണ് എൻ്റെ ടീം. ഇപ്പം എനിക്ക് ബാക്കി ഞാൻ ആ സമയത്ത് കുറേ അലച്ച് ഒലിച്ച് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ വീഡിയോ തന്നെ ഇതൊക്കെ കിട്ടിയത് അവസാനം തൊണ്ട വരെ പോയി. പക്ഷേ എന്തോ പറയാനാ, നമ്മുടെ അൺലക്ക് ഒരിതായി. കാരണം അത് ഇതിന്റെ പാട്ട് ഭയങ്കര സൗണ്ടാണ്, അലമ്പ് സൗണ്ടാണ്. അതിന്റെ കുറച്ചിട്ടിട്ട് പോലും അത്ര സൗണ്ട്. അപ്പൊ ഫുള്ള് കൂട്ടിട്ട് ഒരു തുള്ളി പോലും കേൾക്കത്തില്ല. എംബാപ്പെ കിട്ടിയപ്പോ ഏതാണ്ട് ഇച്ചിരി അങ്ങോട്ട് കേട്ടു. അത് കേട്ടിട്ട് കാര്യമില്ല, നമ്മൾ കളിക്കുന്നല്ലേ വേണ്ടത്. എനിക്ക് CPM ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തുമ്മി ഒരു വഴിയായി. ജലദോഷം ചെറുതായിട്ടുണ്ട്. നാളെ അത് പനിയാവോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ അല്ലായിരിക്കും ചിലപ്പോൾ CPM നാളെ കളിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഡബ് ചെയ്തായിരിക്കും ഇടുന്നത്. ചേട്ടനെ കൊണ്ട് കളിപ്പിച്ചിട്ട് നാളെ നമ്മൾ സർവറിലായിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പം നാളെ എൻ്റെ ചേട്ടനായിരിക്കും ചിലപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് പർച്ചേസ് ചെയ്യണം, എന്നാലേ കളിക്കാൻ. ഇതിന് മുമ്പേ കുറേ കളിച്ച് തോറ്റതാണ്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ജർമ്മനി ആയിട്ടാണ് കളിക്കുന്നത്. ജർമ്മനി നല്ല ടീമൊക്കെയാണ്, പക്ഷെ പരാഗ്വേയായിട്ട് പൊട്ടി. ഏതോ ഒരു പഴയ ടീമായിട്ട് പൊട്ടി. അപ്പം വേൾഡ് കപ്പല്ലേ അതിൻ്റേതായ വിഷമമൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഫ്രാൻസും ജർമ്മനിയായിട്ട് ആദ്യത്തെ റൗണ്ട് ഓഫ് 16 കളിക്കാം. നിങ്ങൾ ആരുടെ ഫാനാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏത് ആൾക്കാർ, റൊണാൾഡോ ആണോ, മെസ്സി ആണോ, എംബാപ്പെ ആണോ, നെയ്മർ ആണോ, ഇഷ്ടമുള്ള പ്ലേയേഴ്സിൻ്റെ പേര് നിങ്ങൾ അയക്കണേ. അപ്പോൾ നമ്മൾ കളി കയറുവാണ്. ഇവിടെ നമുക്ക് വൈഫൈ ഒക്കെ ഉള്ളതുകൊണ്ട് അധികം പ്രശ്നമില്ല. പക്ഷേ ഗുണമില്ല. എപ്പോഴും ഞാൻ ഈ CPM മൾട്ടിപ്ലെയർ കളിക്കുമ്പം ബാഡ് കണക്ഷൻ എന്ന് പറഞ്ഞ് വെളിയിൽ പോവും. അന്നേരം വരുന്ന ദേഷ്യം. അതും ചിലപ്പോൾ നല്ല ഒരു ദിവസം ഞാൻ കളിച്ചുകൊണ്ട് ഫോർച്യൂണർ ഫ്രീ സെയിൽ ചെയ്തു. ഫ്രീ സെയിലിൽ എനിക്ക് എക്സ്ചേഞ്ച് അയച്ചു. അന്നേരത്തേക്ക് നെറ്റ് പോയിട്ട് ഞാൻ വെളിയിൽ പോയി. ഇനി കളി കാണാം. ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടറിഞ്ഞു. കളി തുടങ്ങി ഞാനിപ്പോൾ പോവാണ്.
ഇനി ഞാൻ ഗോൾ അടിക്കുന്ന സമയത്ത് മാത്രമേ ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പം ശരിയാവും. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നേരെ ജർമ്മനി അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഞാൻ പിടിക്കും. അപ്പം കളിച്ച് ഇപ്പം അടിച്ചേനെ ഓൾമോസ്റ്റ് അടുത്തെത്തി. വീണ്ടും കൊണ്ടുപോകുന്നുണ്ട്. ഇത് എന്തോ കാണിക്കും. ഇപ്പം തൊണ്ടയ്ക്കൊരു വല്ലാത്തൊരു സൗണ്ട് കേട്ടോ. മറ്റേ എംബാപ്പെ കെട്ടിന് അലച്ചതിന്റെ എഫക്റ്റുകൾ ഇപ്പൊ കേൾക്കുന്നത്. പക്ഷെ എന്തോ പറയാനാ, അങ്ങനെ നമ്മള് അവിടുന്ന് എക്സ്കേപ്പ് ആയി. ഇപ്പൊ നമ്മള് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എംബാപ്പയെ കിട്ടിയെന്തോ ഗോൾ അടിച്ചു. ഹെഡർ ഗോളാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ സന്തോഷിക്കാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി കളിച്ചതാണ്. ഒരു വിഷമം. കുഴപ്പമില്ല, നാളെ നമുക്ക് എല്ലാം സെറ്റാക്കി സൗണ്ടൊക്കെ കുറച്ച് സെറ്റാക്കി നമുക്ക് വെക്കാം. അപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു 1-0. പക്ഷേ ഈ കളി ഞങ്ങൾ തോക്കും എന്നുള്ള ഒരു കാര്യത്തിന് വിഷമമുണ്ട് കേട്ടോ. ഞങ്ങൾ കളിച്ച കളി എല്ലാം പൊട്ടി. കാരണം ഇത് വേൾഡ് ക്ലാസ് അല്ലേ? വേൾഡ് ക്ലാസ് ഇട്ട് കളിക്കുന്നുണ്ട്. നല്ല പാടാ ഇത്. പ്രത്യേകിച്ച് ഞാൻ ഒരു വട്ടം ഫ്രാൻസായിട്ട് കപ്പ് എടുത്തതാണ്. പക്ഷെ എനിക്കിപ്പോൾ യൂട്യൂബിൽ ഇടുന്നൊക്കെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലെ ഒരു നാണം ടൈപ്പ് അവന്മാരായി ഞാൻ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ചിരി വന്നത്. ഞാൻ എല്ലാം അവന്മാരായി കൊണ്ട് കിട്ടും. അതെ ഇപ്പൊ ഇട്ട് കൊടുത്തതേ കണ്ടോ. ഇപ്പൊ ഒരു കോർണർ എങ്ങാണ്ട് കിട്ടുക. കോർണറല്ല, എംബാപ്പയുടെ എങ്ങാണ്ട് ഗോൾ അടിച്ചു. എംബാപ്പയുടെ കിട്ടുമ്പോ എംബാപ്പയായിരുന്നു വേറെ ആര് മറ്റേ പോർച്ചുഗലായിട്ടാണ് കൊണ്ട ഗോൾ. അവന്മാരെ കൈ കൊണ്ടിട്ടിട്ടാണ് ഇപ്പൊ ഗോൾ അടിച്ചത്. അടുത്ത കയ്യിലിട്ടു. പിന്നെയും പോവാണ്. ഞാൻ ഇപ്പൊ ഫുള്ള് ഗോൾ ചാൻസ് ആണ്. ഇപ്പൊ ഞാൻ കൊണ്ടുപോകും. എന്തോ പറയാനാണ്. ചാൻസ് കിട്ടി കുറെ, എന്നിട്ടും കയ്യിൽ നിന്ന് പോയി സംഭവം. പക്ഷേ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ഓടിക്കത്തില്ല. എനിക്ക് തോന്നി ഈ കൊണ്ടുപോകുന്നതിൽ യുവമാർ ഓടിക്കും. എനിക്കൊരു സംശയം. ഇല്ലില്ല, ഇത് ഞാനിപ്പോൾ ഗോളിക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പം ഞാൻ ഇനി ഗോടിക്കാൻ നേരത്തല്ല, ഇപ്പം അടിച്ചേനെ. അതെ, ഞാൻ കയ്യിലിട്ട് കൊടുക്കുക. എല്ലാം കയ്യിലിട്ട് കൊടുക്കുക. അവന്മാർക്ക് ഇതുമായി. പിന്നെ ഏറ്റവും കൂടുതൽ CPM ആണോ കളിക്കുന്നത്, FC മൊബൈലാണോ കളിക്കുന്നത് അറിയാൻ വേണ്ടി നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. FC മൊബൈലെന്നോ CPM എന്നോ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആരാന്ന് നോക്കാം നമുക്ക്. അപ്പം അവന്മാർക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. അവന്മാരിപ്പം അടിച്ചത് ഞാനോർത്തത് കയറിയെന്ന് കേട്ടു. അപ്പം അങ്ങനത്തെ ഒരു കളിയിലൊക്കെയാണ് ഞാൻ തരണം ചെയ്ത് പോയത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ ഒരുത്തന്നെ കൈ കൊടുക്കും. പ്ലെയേഴ്സിന് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. ഇത് ആ കളിയല്ല. അയ്യോ, എനിക്ക് മറ്റേതിൻ്റെ കാര്യം ഓർത്ത് വരുന്നത്. എനിക്ക് അതാ എൻ്റെ മൈൻഡിൽ വരുന്നേ. അതാ പറയുന്ന പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്ത്. ഇത് മറ്റേ ട്രിബിൾ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അവന്മാരെ കയ്യിൽ പോയി. 85 മിനിറ്റായി. ഇപ്പോഴും അവന്മാർ ഗോൾ അടിക്കും. അന്നേരമാണ് പൊട്ടുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടൊരു ഗോൾ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? രീതിയിൽ അവന്മാർ അടിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നേരത്തെ അടിച്ചോ തന്നെ അടിച്ചേക്കും, പൊട്ടും. ഇപ്പം എന്തോ പറയാനുണ്ട്. നമ്മൾ കളി പൊട്ടി. ഗെയിമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തോൽവിയും വിജയമൊക്കെ നമ്മളങ്ങനെ തോറ്റു. ആദ്യത്തെ കളി നമ്മൾ തോറ്റു. പിന്നെ രണ്ടാമത്തെ കളി നോക്കും, മൂന്നാമത്തെ കളി നോക്കും. എല്ലാ കളിയും നമ്മൾ തോക്കും. തോൽവി എന്നാണ് വിജയം. അടുത്ത കളി ഞാൻ ഫുള്ള് തീറായിരിക്കും. കൊള്ളാം. നമുക്കിനി 5 ദിവസം കഴിഞ്ഞിട്ട് ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു വിഷമമുണ്ട് നമുക്ക്. നാളെ 5 ദിവസം വെയിറ്റ് ചെയ്താലും കളിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് കളിച്ച് പോയാൽ മതിയായിരുന്നു. ഒരു ദിവസം ഒരു കളി. നമ്മൾ ഇനി പോർച്ചുഗലായിട്ടാണ്. അപ്പോൾ കളിക്കാൻ നമ്മൾ ആദ്യത്തെ കളി തുർക്കിയായിട്ടാണ്. നമ്മൾ തുർക്കിയായിട്ട് ഇനി കളിക്കാൻ പോകണം. തുർക്കി ഞാൻ കാണിക്കാൻ ചോദിച്ചാൽ അത്ര സമയം കാണണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ഗോൾ ചാൻസ് കിട്ടുമ്പോൾ പറയാം. അങ്ങനെ ഗൈസ്, ഇതാണ് ഫസ്റ്റ് സ്പെയിൻ്റെ ഗോള്. അവന്മാർ പാസിട്ട് കൊണ്ടുപോയി അടിച്ച് ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ നിൽക്കുക. നമ്മുടെ റോഡ് ടു 10 likes ആണ്. അപ്പം 10 likesന് വേണ്ടി പോയാലും നമുക്ക് വിഷയം സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ഗോൾ അടിക്കാൻ പോകുമ്പോൾ അവൻ കാണാം. അപ്പോൾ ഗോൾ അടിക്കാൻ പോവാ. അവൻ പറഞ്ഞത് എനിക്കും പറയാനുണ്ട്. ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് വെച്ചേക്കുക. റോഡ് ടു 10K അല്ല 10K സോറി 10 likes. കാരണം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അവൻ ഇപ്പോൾ അടിക്കാൻ പോയി. അപ്പം നമുക്ക് ഇതാണ് ഗോൾ കിക്ക്. ഞാൻ നേരെ അവൻ്റെ കയ്യിലിട്ട് കൊടുത്തു. അതുകൊണ്ട് എനിക്ക് നല്ലൊരു മിസ്റ്റേക്ക് പറ്റി. രണ്ടാമത്തെ ഗോളും അവന്മാർ അടിച്ചു.
ഇങ്ങനെയാണ് പോർച്ചുഗൽ പൊട്ടിയതിൻ്റെ ആദ്യത്തെ കളി. നമ്മൾ സ്പെയിനിനെ റിയൽ ലൈഫ് സ്പെയിൻ നമ്മളെ പൊട്ടിച്ചല്ലോ, ആ ഒരു രീതി ഞാൻ പ്രതികാരം വീട്ടാൻ വേണ്ടി പോയതാണ്. പക്ഷേ റിയൽ ലൈഫ് പോലെ തന്നെ ആയി. പിന്നെ നമ്മുടെ കയ്യിലൊരു കുഴപ്പമുണ്ട്, നമ്മൾ അവന്മാർ വായിലിട്ട് കൊടുക്കും. ഇപ്പം നമ്മളിപ്പോൾ ഗോൾ കിക്ക് കിട്ടുമെന്ന് അറിയോ, അവൻ മുന്നിൽ നിൽക്കുവാണെങ്കിൽ അവൻ്റെ കയ്യിലിട്ടേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ടച്ച് ചെയ്യുന്ന വേറെ ഒരാൾക്കായിരിക്കും, പക്ഷെ കൊടുക്കുന്ന അവനാ. അത് ഫോണിന് ഓൾറെഡി ഞങ്ങൾക്ക് ഇത് ഗെയിമിംഗ് ഫോണല്ല, അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക്. ഞാൻ പെട്ടെന്ന് വെപ്രാളത്തിൽ പാസ് ചെയ്യുന്ന പ്രശ്നം, അല്ല ഫോണിൻ്റെ പ്രശ്നമൊന്നും അല്ല. ഇത് ഗെയിമിംഗ് ഫോണും അല്ല, അതിൻ്റെ കൂടെ ഇത് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ അയ്യോ ഈ വീഡിയോ എടുക്കുക, അതിൻ്റെ ടെൻഷൻ വന്നിട്ട് നമുക്ക് നമ്മുടെ നല്ല കളി പോയിട്ട് നമ്മൾ പന്ന കളി കളിക്കും. എനിക്കും അങ്ങനെ ഉണ്ട്. ആൾക്കാരെ കാണുമ്പോഴത്തേക്കും എനിക്കൊരു, ഞാനിപ്പോൾ നല്ലൊരു സൈക്കിൾ ഓടിക്കും വിചാരിച്ചു, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഞാൻ സൈക്കിൾ എടുത്ത് ഓടിച്ചു തുടങ്ങി, എടുത്തടിച്ചിട്ട് വീഴും. അതങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനി എന്താവും നമുക്കിനി ഗോൾ ചാൻസിൽ കൂടെ കാണാം, അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഗൈസ്, ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് ദൂരേക്കിട്ട് കൊടുത്തിട്ട് അമ്മറ വായിക്കകത്ത് കയറി. പക്ഷേ ഇത് ഭാഗ്യത്തിന് ഗോളായില്ല, എന്താ അറിയത്തില്ല. ഗോളിക്ക് എന്തോ ഒരു പിരി വെട്ടി അവൻ എന്തൊക്കെയോ ചെയ്തിട്ട് ഗോൾ സേവ് ചെയ്തു. ഇനി നമ്മൾ 61, നമുക്കിനി ഒരു 80. അപ്പോൾ നമ്മൾ ഈ റാഫേലിനെ കൊണ്ടുപോയി 70-80 മിനിറ്റ് മുമ്പേ ഒരു ഗോൾ അടിച്ചു. പക്ഷേ ഇത് മറ്റേ റിയൽ ലൈഫിൽ പൊട്ടിയതുപോലെ തന്നെ പൊട്ടിയത്. അപ്പം 2-1 പൊട്ടിയേ അല്ല, 1-0. എന്തായാലും അപ്പം നമുക്കിനി ഗോൾ ഇതിൽ ഗൈസ്. അപ്പം ഇതാണ് മൂന്നാമത്തെ ഗോള് സ്പെയിനിൻ്റെ. മൂന്നാമത്തെ ഗോൾ ഇതാണ്. എന്തോ പറയാൻ, നമ്മളിത് പൊട്ടും. അപ്പം കളി ഇനി എനിക്ക് ചാൻസ് കിട്ടത്തില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു റിയൽ ലൈഫിലും പൊട്ടിയ ഗെയിമിലെങ്കിലും ജയിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലും പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഫ്രാൻസിനെ ജയിപ്പിച്ചു കേട്ടോ. എത്ര കപ്പ് എടുത്തു? ഒരു കപ്പ്. വേൾഡ് ക്ലാസ് ആലോചിക്കുക. ഇതിപ്പോൾ നീ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ വളിച്ച കളി കളിക്കുന്നത്. കാരണം നമുക്ക് ടെൻഷൻ വരും, എന്തോ ആവും, എങ്ങനെ ആവും വീഡിയോ എടുക്കുമ്പോൾ, ആൾക്കാരൊക്കെ എന്തോ വിചാരിക്കുക, ആ ഒരു ടെൻഷൻ. ഇതാണ് എൻ്റെ ഗോൾ ചാൻസ്. പക്ഷെ അത് കളഞ്ഞേനെ. എന്തോ പറയാനാ. ഇനി 88. ഇപ്പൊ വിസിലടിക്കും. ഇത് സേവ് ചെയ്ത് കേട്ടു. അല്ല 4-1 ഞാൻ മറന്നുപോയി. അങ്ങനെ അവന്മാരെ 4-1 നമ്മളെടുത്തെറിഞ്ഞിട്ടുണ്ട്. ശരി, നമ്മളെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ചാണകം നല്ല കളി കളിക്കുന്ന ഒരാളാണ്, എനിക്കറിയാം. ഞാൻ കാണുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇതിപ്പോൾ നിങ്ങളെ വീഡിയോ എടുക്കുന്ന ടെൻഷൻ ഫീൽ കാരണമാണ് അപ്പം അങ്ങനെ കിടക്കുന്നത്. അത് നല്ല കളിയാണ്. വേൾഡ് ക്ലാസ്സിൽ കുറേ കപ്പ്, കുറേ നല്ല ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, വേൾഡ് കപ്പ്. അപ്പം അങ്ങനെയാണ് കാര്യം. അപ്പം നമ്മളിനി അടുത്ത കളിയിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ ഇനി ഒന്നും കൂടെ കളിക്കും പോർച്ചുഗലായിട്ട്. പിന്നെയും കളിക്കും. ഇത് കോമഡിയാണ്. നമുക്കിനി ഒറ്റ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പർച്ചേസ് ചെയ്ത് ഇനി നമുക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ, അതറിയോ. അപ്പം നമ്മളെ ലാസ്റ്റ് കളിയിലോട്ട് വേൾഡ് ഗെയിം. നമ്മളിത് തുർക്കിയായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. തുർക്കി നമ്മളെ പൊട്ടിക്കും. എത്ര 2-1 2-0 അങ്ങനെ ഒന്നുമല്ല. ഇപ്പം ഇങ്ങനെ കളി കണ്ടോണം, അപ്പം മനസ്സിലാകുമ്പോൾ എന്നെ എത്ര ഇങ്ങനെ പൊട്ടിക്കുന്നതെന്ന്. അപ്പം കേട്ടു ഗൈസ്. അപ്പം ഇതാണ് കളി തുടങ്ങി. നമ്മൾ തുർക്കിയായിട്ടാണ് നമ്മൾ കളിച്ചത്. അപ്പം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ അറ്റാക്കിങ്ങാണ് നമ്മളിപ്പം. പക്ഷേ ഒരു വിധിയുണ്ട് ഗൈസ്, അത് നിങ്ങൾ കാണേണ്ടതാണ്. ഇനി ഈ കളി ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മാറ്റുന്നൊന്നുമില്ല കേട്ടോ. അപ്പം കളി കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു വിധി, അവസാനത്തെ വിധിയാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഞങ്ങൾ ഭയങ്കര 2 പേര് നല്ലപോലെ കളിച്ചു. എന്നിട്ട് അവസാനം കണ്ടോണം നമ്മൾ. അപ്പം അമ്മമാർ നല്ല അറ്റാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ അമ്മമാർ നല്ല കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവസാന സമയത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എല്ലാമൊക്കെ തകിടം പറഞ്ഞു. കണ്ടോ അപ്പോൾ മനസ്സിലാവും. നല്ല കളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഫ്രീക്ക് കിട്ടി. ഇത് ഞാൻ അടിച്ചു. ഞാൻ എല്ലാം അടിക്കുന്നതാണ്, പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഈ ഫ്രാൻസ് വേൾഡ് കപ്പ് എടുത്ത് ഇതുപോലെ ഒരു ഫ്രീ കിക്ക് അടിച്ചിട്ടാണ് കിട്ടിയത്. അല്ല പൊട്ടിയാനല്ല, സമനില പിടിച്ചത്.
സമരം അടിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ പൊട്ടും. കാരണം നമുക്ക് പെനാൾട്ടി ഷൂട്ടൗട്ട് ഭയങ്കര ഒരിതാണ്. നമുക്ക് ടെൻഷനാണ് എങ്ങോട്ട് അടിക്കുന്നതെന്നുള്ളത്. ഇത് ഞാൻ ബോൾ ടച്ച് ചെയ്ത് ഇതിൻ്റെ ഓഫ് സൈഡ് വിളിച്ചേക്കുന്നത്. റെഫറിയൊക്കെ പൊട്ടന്മാരാവട്ടെ ഇതിനകത്ത്. ഗെയിം അല്ലേ റിയൽ ലൈഫിൽ അങ്ങനെ. അത് അർജന്റീനയാണ്. ഇറ്റലി സോറി, ഈജിപ്റ്റ്. ഇത് എൻ്റെ ഒരു ഗോൾ ചാൻസ് ആയിരുന്നു, പക്ഷേ ജസ്റ്റ് മിസ്സിനാണ്. എന്നെ ഗോളി എന്നറിയൂ മാറൊക്കെ. നമ്മളൊരു ഊച്ചാളി ഗോളിയാണ്. കിട്ടും പോർച്ചുഗലിൻ്റെയാണ് ഇച്ചിരി കൂടെ നല്ലത്. പക്ഷെ ഗെയിമില് അവന്മാരെ നല്ലത്. കാരണം അവന്മാരുടെ ഗോളി കളിക്കുന്നതല്ല നമ്മുടെ ഗോളി കളിക്കുന്നത്. ഒരുമാതിരി രാവിലെ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കളിക്കുന്ന പോലെയാണ് അവർ കളിക്കുന്ന രീതി. കഞ്ഞിവെള്ളമല്ല, ഒന്ന് കുടിക്കാനുണ്ട് കളിക്കുന്ന പോലെ ഉണ്ട്. ഇതാണ് ഗോളല്ല, ഇതല്ല, ഇത് ജസ്റ്റ് മിസ്സിനാണ് ഗോളല്ലാതായി പോയത്. ഞാനത് കണ്ടപ്പോൾ ഗോളാന്ന് വിചാരിച്ചു. ഇവൻ ചെറിയൊരു കൺഫ്യൂഷനായിപ്പോയി. അപ്പം ആദ്യത്തെ അവന്മാർ മിസ് ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ പക്ഷെ അത് സുഖമായിട്ട് കയറ്റാന്ന്. അത് നന്നായി കയറ്റാൻ ഗോളി നമ്മൾ ഇറക്കി. പക്ഷെ എന്തായാലും നമ്മൾ പൊട്ടും, അതെനിക്ക് ഉറപ്പായിരുന്നു. കാരണം ചാണിക്കൊക്കെ ഒരു പേടിയും നാണവും പേടിയൊക്കെ അങ്ങനെ വരും. നമ്മൾ ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കാറാണ് കളിക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ പേടി വേണ്ട. അപ്പം നമ്മൾ ഇത് സ്ഥലം മാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ നന്ന അറ്റാക്കിങ് ഉണ്ട് കേട്ടോ. ആദ്യം ഒന്ന് പേടിച്ചു പോയി കണ്ടോ. പക്ഷെ അത് ഫൗളാണ്. മൈൻക്രാഫ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. റിയൽ മണി കൊടുത്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റാണ് കയറ്റിയേക്കുന്നത്. ഞങ്ങൾ മോഡ് വെച്ചിട്ട് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കയറ്റുന്നതായിരിക്കും. ഞാൻ നാളെ പറഞ്ഞുതരാം എന്തൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും. ഞാൻ നാളെ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഓഫ് അല്ല, അത് ഓഫ് സൈഡല്ല. പിന്നെ ചിലപ്പം നാളെ എൻ്റെ വീഡിയോ ചിലപ്പോൾ അക്കൗണ്ട് റിവീലിംഗ് ആയിരിക്കും. അത് എനിക്ക് അറിയത്തില്ല, എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊന്നും വണ്ടിയൊന്നും ഇപ്പം എടുത്തിട്ടില്ല. ഞാൻ മറന്നു പോയ കാര്യമൊക്കെ. ഞാൻ പിന്നെ സിവിക്ക് പിന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ എന്തിനാ പൈസ കളയുന്നത്. അതിൻ്റെ അകത്ത് അവൻ പറഞ്ഞേക്കുന്ന 1 മില്യൺ കൊടുക്കണമെന്നൊക്കെയാണ്. 1 മില്യൺ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അത് ഇച്ചിരി ഒരു വിഷമാണ് പൈസ അത്രയും കളയുന്നത്. 1 മില്യൺ കൊണ്ട് നമുക്ക് കടയും വീടും കടയും വണ്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട, അതിനെക്കുറിച്ച് ഇനി നാളെ പറഞ്ഞാൽ മതി. നമുക്ക് ഈ കളിയെക്കുറിച്ച് പറയാം. ഇപ്പോൾ അവന്മാരൊക്കെ ഷോട്ടൊക്കെ എടുത്തെന്ന് തോന്നുന്നു. ഷോട്ട് എടുത്തു. നമ്മളിങ്ങനെ ഗോളിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. ഇതാണ് പ്രശ്നം. അവന്മാർ കുറേ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവന്മാരിപ്പോൾ ഗോൾ അടിക്കും തോന്നുന്നു കേട്ടോ. അവന്മാരിപ്പോൾ അവന്മാരെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഗോൾ അടിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അവന്മാരുടെ ഒന്നാക്കിട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു. ഇത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത് അടിക്കത്തില്ല, പറയാൻ പറ്റത്തില്ലേ. ഗോളിയുടെ കൈപ്പോയി. നമ്മൾ ഈ ആൾക്കാർക്ക് എനർജി കുറയുന്നെന്ന് കണ്ടപ്പോഴേ അങ്ങ് സബ് ഇറക്കിക്കോണം. അല്ല പിന്നെ അവർ കളിക്കത്തില്ല മര്യാദയ്ക്ക്. വള്ളിയാവും അവസാനം. നമുക്ക് പിന്നെ കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇത് അവന്മാരാണ് ഫുള്ള് കൊണ്ടുപോകുന്നത് കേട്ടോ. അതറിയോ, നമ്മുടെ ഈ ബോൾ തൊടാൻ പോലും കിട്ടുന്നില്ല മര്യാദയ്ക്ക്. അങ്ങനെ നമ്മൾ ഫുൾ ടൈമായി. ഇനി എക്സ്ട്രാ ടൈമിലാണ് നമ്മളിനി ഇനി തകിടം മറിയാൻ പോകും. അവന്മാർ കൊണ്ട് ലാസ്റ്റ് ഗോൾ അടിക്കുവേ. 18-ാം മിനിറ്റിൽ കൊണ്ടൊരു ഗോൾ അങ്ങോട്ട് അടിക്കും. 18-ാം മിനിറ്റിൽ കൊണ്ടൊരു 118-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിക്കും. 118-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിക്കും. അതൊക്കെ ഞാൻ ക്രോസ് ഇട്ട് നോക്കി. ഒന്നാം മുട്ടയ്ക്ക് പൊട്ടിക്കും. നടക്കുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറേ മിസ്സൊക്കെ ആയി. ഇനി ഞാൻ ആ ഗോളിൻ്റെ ഇതാണായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്. ഇതൊന്നും അല്ല മിസ്റ്റേക്ക്. ഞാൻ ഇത് കണ്ടു, ഞാനത് ക്ലിയർ ചെയ്തതിന് വരെ ഞാൻ പുറകോട്ട് കൊണ്ടുപോയി. സോറി, എനിക്ക് തെറ്റിപ്പോയി. 120-ാം മിനിറ്റിലായിരുന്നു, 18-ാം മിനിറ്റില്ല. ഞാൻ ഓർത്ത് 18-ാം മിനിറ്റിലാന്ന് പറഞ്ഞാൽ സോറി. 120-ാം മിനിറ്റ് ആകുമ്പോൾ ഇപ്പം ഒരു കിക്ക് ഓഫ് വിസിലടിച്ചു. കിക്ക് ഓഫ് കാണിച്ചപ്പോഴത്തേക്കും ഞെക്കിയപ്പോഴത്തേക്കും വിസിലടിച്ചു. അതങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. ലാസ്റ്റ് നമ്മൾ കിക്ക് എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും വിസിലടിക്കുന്നു. അപ്പം നമ്മൾ ഈ കളിയും ഒന്നാം മുട്ടയ്ക്ക് പൊട്ടി. നമുക്കിനി അടുത്ത 5 ദിവസം ഇതായിരുന്നു വിധി. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് പാളിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കയറാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് കയറാൻ പറ്റത്തുള്ളൂ. പിന്നൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ കുഴപ്പങ്ങളൊക്കെ വന്നിരിക്കുക. അത് നിങ്ങളൊന്ന് പറയുക, കമൻറ്റ് ചെയ്താൽ മതി. അത് ഞങ്ങൾ ശരിയാക്കി സെറ്റാക്കി കിടിലനാക്കി ഞങ്ങൾ ഈ ചാനൽ കൊണ്ടുവന്നിരിക്കും. പിന്നെ ഈ
കമൻറ്റ് വന്നിട്ട് ചുമ്മാ കിടന്ന് വളവളത്തരം പറഞ്ഞേക്കില്ല, അത് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ആകെ ഗൈസ് നമ്മൾ തോറ്റൻ്റെ വിഷമത്തിൽ ഇതൊക്കെ ചെന്ന് എടുക്കുവാണ്. ഇത് കാണുമ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല. ഈ ചുമന്ന ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് അപ്പോൾ എടുക്കാൻ തോന്നും. ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്ത് സത്യം പറഞ്ഞാൽ ഈ ഡിസ്പ്ലേയിൽ ഫുള്ള് കുത്തുവേ ഉള്ളൂ. ഞാനിങ്ങനെ തൊട്ട് ഞാൻ തൊട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ ആരോ റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് ഞാൻ ഡിസ്മിസ് കളഞ്ഞു. വെള്ളമൊക്കെ വെച്ച് ഉടയ്ക്കുമ്പോൾ ഞാൻ ഈ സ്റ്റിയറിങ് ആക്സിഡൻ്റ് കൊടുക്കുന്നതിൻ്റെ പാടെപ്പോഴും കാണും. അവിടെ മാത്രം വെള്ളം ഒട്ടിയിരിക്കും, വെള്ളം പിടിക്കത്തില്ല അവിടെ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടീം. ഞാൻ ഇനി പറ, ഞാൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് എനിക്ക് സംശയം. ഇനി ഡിലീറ്റ് കളയണമെന്ന് എനിക്കൊരു ഇതൊക്കെ ഞാൻ ഇനി ഷാർഡാക്കുവാണ്. ഇത് ഇമാരൊക്കെ വെച്ചിട്ടൊരു ഗുണവും ഇല്ല. എനിക്ക് എന്തായാലും ഉറപ്പായി നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ ചാൻസ് കുറവാണ്, ഡിലീറ്റ് ചെയ്യത്തില്ലായിരിക്കും. കാരണം എംബാപ്പ പ്രാന്തനായോണ്ട്, എംബാപ്പയെ കിട്ടിയോണ്ട് ചിലപ്പം ഡിലീറ്റ് ചെയ്യാതിരിക്കും. കാരണം ഭയങ്കര എംബാപ്പ പ്രേമിയാണ്. അതുകൊണ്ട് എനിക്കൊരു മടി. ഇനി ഞാൻ ചെയ്യണമെന്ന് ആലോചിക്കാൻ. എംബാപ്പയെ കണ്ടോ എനിക്ക് ഇരിക്കുന്നവനും ബന്ധോ പോലത്തെ അത് 22 ടോപ്പ്. പ്രൗഡേ ഇതൊക്കെ ഞാൻ ഫുള്ള് ഇതൊന്ന് ഈ ബോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ബോളൊക്കെ ഇഷ്ടം. എല്ലാവരും മറക്കല്ല, ഞാൻ ഒന്നുകൂടെ പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ റോഡ് ടു 10 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇത് ഒറ്റ മൈൻഡിന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞു, അവിടെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ. എൻ്റെ മേളിൽ പോയിട്ട് ഒറ്റ മൈൻഡിൽ തുടങ്ങിയത്. അതിപ്പം ഞങ്ങൾക്ക് എത്ര 60 വ്യൂസായി ഒരു 2-3 മണിക്കൂർ കൊണ്ട്. 9 10 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കണ്ടായി ഒറ്റ ദിവസം കൊണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ സെറ്റാക്കാം. ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ കാര്യമൊക്കെ മറക്കുന്നു. നമുക്ക് ഈ ഷൂ നമുക്ക് മാറ്റാം. EA സ്പോർട്സിൻ്റെ ഷൂടാം. EA സ്പോർട്സിൻ്റെ അതൊക്കെ നമുക്ക് കിട്ടി. അല്ല, ഇതൊക്കെ എപ്പോൾ എടുത്തു ഈ വീഡിയോ ഒക്കെ ഇവിടെ ഒക്കെ? ഇതൊക്കെ ഞാൻ നീ പോയപ്പോൾ ഞാൻ എടുത്തു. അപ്പം നമ്മളെ കളിക്കാൻ പറ്റുമോ നോക്കിയായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ കളിക്കാൻ പറ്റുമോ നോക്കി പക്ഷേ ചമ്മിപ്പോയി. അപ്പം നമ്മൾ നാളെ എന്തായാലും മറ്റേ ഡിവിഷൻ റിവാൾസ് കളിക്കുന്നതായിരിക്കും. അതിന് നമ്മൾ സെമി പ്രോ മാറ്റിയിട്ട് പ്രോയിലേക്ക് നമ്മൾ മിക്കവാറും പോവും. മിക്കവാറും നമുക്ക് നാളെ തന്നെ എല്ലാം ചെയ്യണം. നാളത്തെ ഡിവിഷൻ റിവാൾസിൽ ഞാനിപ്പം സെമി പ്രോയിന്ന് പ്രോയിലോട്ട് ആവും ഞാൻ ചിലപ്പം. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.